നമസ്കാരം. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, ICICI ബാങ്ക് ലിമിറ്റഡ്, HCL ടെക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 26,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും 25,942 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 26,000 താഴ്ന്ന ക്ലോസിംഗ് മാർക്കറ്റിനെ ചെറിയ രീതിയിലെങ്കിലും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റും പ്രകടമായിരുന്നു. കൂടാതെ ജെറോം പവലിനെ ഡൊണാൾഡ് ട്രംപ് ഫെഡ് ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കിയേക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും വരുന്നുണ്ട്. ഇത് അമേരിക്കൻ ഫ്യൂച്ചറിനെ വോളറ്റൈലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏഷ്യൻ മാർക്കറ്റും പൊതുവെ വീക്ക് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലാക്ക് ഓഫ് വോളിയവും വോളറ്റിലിറ്റിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. പ്രധാനമായും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഭാരത് ഡൈനാമിക്സ്, ഷിപ്പിംഗ് കമ്പനികൾ, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ, BHE, ഡാറ്റ പാറ്റേൺ, സോളാർ ഇൻഡസ്ട്രീസ്, അസ്ത്ര തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിന് പിന്നിലെ പ്രധാന കാരണം 79,000 കോടി രൂപയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് 569 കോടി രൂപയുടെ സപ്ലൈ ഓർഡർ ഡിഫൻസ് കൗൺസിലിൽ നിന്നും അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഫയർ കൺട്രോൾ സിസ്റ്റം, സിമുലേറ്റർ, ആൻറ്റിന സ്റ്റെബിലേഷൻ സിസ്റ്റം, സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ കമ്പോണൻസ് തുടങ്ങിയവയെ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ഭാരത് ഇലക്ട്രോണിക്സിന് ലഭിച്ചത്. അതുകൊണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. RVNL എന്ന കമ്പനിക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും 201 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ RVNL എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കുപ്പിഡ് എന്ന കമ്പനി FMCG മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സൗദി അറേബ്യയിൽ സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് കുപ്പിഡ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻഡിഗോ എന്ന കമ്പനി കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ പേ സ്ട്രക്ചർ റിവിഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതുവഴി പൈലറ്റിൻ്റെ പേയ്മെൻറ്റിൽ ഡൊമസ്റ്റിക് ലേ ഓവർ അലവൻസിൽ 50% വർധനവ് വരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് 1,694 കോടി രൂപയുടെ റിട്ടേൺ ഓഫ് ലോണുകൾ 183 കോടി രൂപയ്ക്ക് ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. നീരജ് സിമൻറ്റ് എന്ന കമ്പനിക്ക് 96 കോടി രൂപയുടെ ഓർഡർ MMRDയുടെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീരജ് സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻ്റ് ഇന്ത്യ എന്ന കമ്പനി ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ എഞ്ചിൻ ഓയിൽ ഗൾഫ് സിൻട്രാക്ക് എന്ന പേരിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓറിയൻ ടെക് എന്ന സ്റ്റോക്കിനെ ഇന്ന് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ശ്രദ്ധിക്കേണ്ടത്. 1:10 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓറിയൻ ടെക് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. വാരി എനർജി എന്ന കമ്പനി 1.525 ജിഗാവാട്ട് ശേഷിയുള്ള ഇൻവെർട്ടർ ലൈൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഗുജറാത്തിലെ ഫാക്ടറിയിൽ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വാരി എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ സെലിൻസിസ് സിസ്റ്റം എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 2.16% സ്റ്റേക്ക് സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സെലിൻസിസ് സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഓറിയൻ്റ് ഗ്രീൻ എന്ന കമ്പനി ഡെൽറ്റ റിന്യൂവബിൾ എനർജി ആൻഡ് റോമൻ സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ചേർന്ന് 99 കോടി രൂപയുടെ ഒരു സോളാർ പവർ പ്രോജക്റ്റ് തമിഴ്നാട്ടിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓറിയൻ്റ് ഗ്രീൻ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്